ലബനനിലുണ്ടായ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ. ബുധനാഴ്ച രാത്രി ലബനനിൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ അൽ-ഹഷ് റദ്വാൻ ഫോഴ്സിന്റെ സെൻട്രൽ കമാൻഡർ അലി മുഹമ്മദ് അൽ-ദബ്സ, അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ഹസൻ ഇബ്രാഹിം ഇസ, മറ്റൊരു ഹമാസ് പ്രവർത്തകൻ എന്നിവർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. 2023 മാർച്ചിൽ വടക്കൻ ഇസ്രയേലിൽ സ്ഥിതി ചെയ്യുന്ന മെക്കിത്തോ ജംഗ്ഷനിൽ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളാണ് അൽ-ദബ്സ. ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ളയുടെ പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകുകയും ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തുവെന്നും IDF പറഞ്ഞു. തെക്കൻ ഇസ്രയേലിലെ നബാത്തിയിലെ ഹിസ്ബുള്ള ഭീകരരുടെ താവളത്തിൽ ഇസ്രയേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിലാണ് അൽ-ദബ്സ് കൊല്ലപ്പെട്ടത്. ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 9 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. തെക്കൻ ലബനിലെ ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. മരിച്ചവരിൽ 4 കുട്ടികളും ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിനുള്ള മറുപടിയാണ് ഇസ്രയേൽ നൽകിയത്. റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അൽ-സവന ഗ്രാമത്തിലുണ്ടായ ആക്രമണത്തിൽ ഒരു സ്ത്രീയും 2 കുട്ടികളും കൊല്ലപ്പെട്ടതായി 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നബാത്തിഹിൽ ആക്രമണത്തിൽ 2 കുട്ടികളും 3 സ്ത്രീകളും ഒരു പുരുഷനും കൊല്ലപ്പെട്ടതായി ടൗൺ ആശുപത്രി ഡയറക്ടർ ഹസൻ വാസ്നി പറഞ്ഞു. ആക്രമണത്തിൽ പരിക്കേറ്റ 7 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. അതിനിടെ ഇസ്രയേൽ നടത്തിയ മറ്റൊരാക്രമണത്തിൽ 4 ഹിസ്ബുള്ള സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ലബനനെതിരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയുണ്ടാകുമെന്ന് ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ മേധാവി പറഞ്ഞു. കഴിഞ്ഞ 4 മാസമായി ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയും ഇസ്രയേൽ സൈന്യവും ഏറ്റുമുട്ടുകയാണ്. പലസ്തീനെ പിന്തുണച്ച് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ 12 വർഷത്തിനിടെ ആദ്യമായി ഈജിപ്ത് സന്ദർശിച്ച തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഗാൻ. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് el-Sisi ഉർദുഗാനെ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ സന്ദർശനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം, പലസ്തീൻ ജനതയ്ക്ക് സഹായമെത്തിക്കൽ, യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ എന്നിവ സംബന്ധിച്ചാണ് ഇരുവരും പ്രധാനമായും ചർച്ച നടത്തുന്നത്. 2013 ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസിയും അട്ടിമറിയിലൂടെ പുറത്താക്കിയതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും അംബാസഡർമാരെ നിയമിച്ചു. ഈ മാസം ഈജിപ്തിന് സായുധ ഡ്രോണുകൾ നൽകുമെന്നും തുർക്കി പ്രഖ്യാപിച്ചിരുന്നു. മേഖലയിൽ സുസ്ഥിര സമാധാനത്തിന് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കേണ്ടത് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം ഉർദുഗാൻ പറഞ്ഞിരുന്നു. ദുബായിൽ പുരോഗമിക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയുടെ 2ാം ദിനത്തിൽ സംസാരിക്കവെയാണ് ലോക നേതാക്കൾക്ക് മുമ്പിൽ ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. രമ്യമായി പരിഹരിക്കപ്പെടാത്ത ഓരോ സംഭവവും ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുമെന്നും ഇസ്രയേൽ മേഖലയിൽ സ്ഥിരമായ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടിയേറ്റ വിപുലീകരണ നീക്കങ്ങൾ അവസാനിപ്പിക്കുകയും പലസ്തീൻ രാഷ്ട്രത്തിന്റെ അസ്തിത്വം അംഗീകരിക്കുകയും വേണം. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി 1967 അതിർത്തിക്കുള്ളിൽ സ്വതന്ത്രവും പരമാധികാരവും ഭൂമിശാസ്ത്രപരമായ സംയോജിതവുമായ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതുവരെ കൈക്കൊള്ളുന്ന ഒരു ചുവടും അപൂർണമായിരിക്കുമെന്നും ഉർദുഗാൻ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഏജൻസിക്ക് സംഭാവന നൽകുന്നത് തുടരാനും അദ്ദേഹം ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു. ഏജൻസിക്കെതിരെ സമീപകാലത്തുണ്ടാകുന്ന ആക്രമണങ്ങൾ ഖേദകരമാണ്. ജോർദാൻ, സിറിയ, ലബനാൻ, പലസ്തീൻ പ്രദേശങ്ങളിലെ 60 ലക്ഷം അഭയാർത്ഥികളുടെ ജീവനാഡിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.